വയ്ക്കാൻ കഴിഞ്ഞു. രണ്ട്, ബുദ്ധിപരമായ അടുത്ത നീക്കം നടത്തിയത് ഇവർ തന്നെ ആ ആദ്യഘട്ടത്തിൽ ഈ നടനെ ചോദ്യം ചെയ്യാതെ വിട്ടു. ആ ചോദ്യം ചെയ്യാതെ വിട്ടു കഴിഞ്ഞപ്പോൾ നടനിൽ ഒരു ആത്മവിശ്വാസം കൂടി. കാരണം ഇത് ഏകദേശം ഒതുങ്ങിക്കഴിഞ്ഞു, ഇനി എന്നിലേക്ക് എത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൈയെന്ന് പറഞ്ഞതുപോലെ ഒരു സിം അകത്ത് ചെല്ലുന്നു, ഒരു ഫോൺ അകത്ത് ചെല്ലുന്നു. അവിടെ നിൽക്കുന്ന പൾസർ സുനി അയാൾക്ക് കാണാപാഠമായി അറിയാവുന്ന 2 പേരെ നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തീർച്ചയായും ഈ കുറ്റവാളികളുടെ മനസ്സിൽ വന്നത് ഇവനെന്തിന് പൈസ കൊടുക്കണം, ഇനി അവനകത്ത് പോവും, നമ്മൾ ക്ലീനായി പുറത്ത് നിൽക്കാം. അങ്ങനെ ആത്മവിശ്വാസം കൂടിയ ഒരു പ്രതി അതിനെ കാലതാമസം വരുത്തി. ഇമ്മീഡിയറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ അയാൾക്ക് പങ്കില്ലായിരുന്നുവെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട് ചെയ്തതുപോലെ, ഞങ്ങളൊക്കെ ഉദ്ദേശിച്ചതുപോലെ അപ്പോൾ ലോക്കൽ പോലീസിൽ പരാതി കൊടുക്കുക. ഈ ഏവനാണോ ഈ പൈസ വാങ്ങിക്കാൻ പറഞ്ഞ അവൻ്റെ തൊണ്ടി മുതലോടുകൂടി അവനെ പിടിക്കുക. അതായിരുന്നു സ്ട്രാറ്റജി. ഇവർക്ക് മനസ്സിൽ ഭീതിയുള്ളത് കൊണ്ട് ഇവർ പലരുമായി കൂടിയാലോചിച്ചു. ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ ഇവർക്ക് ഒരു കത്ത് കിട്ടി. ആ കത്തോടുകൂടി ഒരു പരാതി DGPക്ക് കൊടുക്കേണ്ടി വന്നു. ആ DGP കൊടുത്ത പരാതി DGPയുടെ സ്ഥാനചലനം ഉണ്ടായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനുശേഷം ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ കയ്യിലേക്ക് പോയി. അവരിത് പ്രഥമദൃഷ്ട്യ വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം 10-12ഓളം സാഹചര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ദ്വിപേന്ദ്ര കാശ്യപിനെ പോലെയുള്ള 7.5 വർഷം CBIയിൽ ഇൻവെസ്റ്റിഗേഷൻ മാത്രം കൈകാര്യം ചെയ്ത ഒരു മനുഷ്യൻ്റെ കയ്യിലാണ് ഇത് കിട്ടുന്നത്. അത് കിട്ടിയ ഉടൻ തന്നെ അവർ ക്രോസ് വെരിഫൈ ചെയ്തപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ എണ്ണം പരമാർത്ഥമാണെന്ന് കണ്ടു. അപ്പോഴും അവർ ഇവരെ വിളിച്ചു, ഇവർ 2 പേരെയും ചോദ്യം ചെയ്തു. 3 പേരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത് ദുഃഖസമയം പോയപ്പോൾ അവർ ഏകദേശം ബ്രേക്കാവുന്ന സമയത്ത് എന്തോ ചില ഇടപെടലുകൾ നടന്നു. അത് അന്ന് സാധീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതും അതിവിദഗ്ധമായി ഈ സംഘം വിട്ടുകൊടുത്തതിന് ശേഷം ഇവരെ തിരിച്ച് റിലീസ് ചെയ്തതിന് ശേഷം ബാക്കി ലിങ്കുകൾ അന്വേഷിച്ചു. ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എവിടെ, സാമ്പത്തിക ഇടപാടുകൾ എവിടെ എന്നിവയെല്ലാം ചോദിച്ചു. കാര്യമായ ലിങ്കുകൾ കിട്ടി, നടനെ അറസ്റ്റ് ചെയ്തു. അപ്പോഴും സ്ട്രാറ്റജിക്കലായിട്ട് അവർ വേറൊരു കാര്യം ചെയ്തു, ദ ഹെഡ് ഓഫ് ദ ടീമിനെ തന്നെ ആദ്യം അറസ്റ്റ് ചെയ്തു. അല്ലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ അകത്ത് വീണ്ടും ഇടപെടലുണ്ട്. നിങ്ങൾക്കറിയാം, മുഖ്യമന്ത്രിയെ വരെ നിസ്സാരമായി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിവുള്ള, അദ്ദേഹത്തുമായി ആക്സസ് ഉള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തീരുമാനമെടുത്തു, ഇതിൻ്റെ സത്യം അറിയണം. കാരണം അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയുള്ളതാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ശക്തമായി വേറെ ഒരു ബാഹ്യ ഇടപെടലുകളിൽ പെടാതെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സമ്മതിച്ചു. ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഇടയിൽ കുറെ പടലപ്പിണക്കങ്ങളൊക്കെ നമ്മൾ കണ്ടു. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ഇപ്പോൾ സംവിധായകൻ MA നിഷാദ് ടെലിഫോൺ ലൈനിൽ. ശ്രീ നിഷാദ്, ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, താങ്കളുടെ പ്രതികരണം എന്താണ്? ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കാര്യം വേറൊന്നുമല്ല, ഞാൻ ആദ്യം മുതലേ പറഞ്ഞിരുന്നു, മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലിൽ പറഞ്ഞിരുന്നു, പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലേക്കാണ്. ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഭരണ നേതൃത്വത്തിൽ നിന്ന് പോലീസിന്റെ മുകളിൽ ഉണ്ടാകില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ പോലീസിന്റെ ഭാഷ്യം ഇന്ന് വന്നിരിക്കുന്നു, ആരോപണ വിധേയനായ നടൻ ദിലീപ് അറസ്റ്റിലായിരിക്കുന്നു. തീർച്ചയായും ഇതൊരു ഐ ഓപ്പണിംഗ് ആണ്. എത്ര ഉന്നതനാണെങ്കിലും അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്നുള്ള ജനകീയ സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം ഗൂഢാലോചനകളിൽ ഇനി ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അതിന്റെ നേതാവിനെ തന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇനി ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. അതുപോലെ തന്നെ ചില നടന്മാരുടെ പ്രവർത്തികളും ഇപ്പോഴും സംശയത്തിലാണ്. നടൻ സിദ്ദീഖിനെ പോലുള്ള ആളുകൾ ദിലീപിനെ ആദ്യം ചോദ്യം ചെയ്യാൻ പോലീസ് ക്ലബിൽ കൊണ്ടുവന്നപ്പോൾ സിദ്ദീഖ് അവിടെ ചെന്നത് എന്തിന് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുക മലയാളിയുടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ. കാരണം ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ കൂടെ, നടിയുടെ കൂടെയല്ല, പകരം കുറ്റവാളിയുടെ കൂടെയാണ് ഞങ്ങൾ എന്നുള്ള തെറ്റായ സന്ദേശമാണ് നടൻ സിദ്ദീഖ് അന്നത്തെ ദിവസം കൊടുത്തത്. സിദ്ദീഖിനെ പോലുള്ള ആളുകളെയും കൂടി ചോദ്യം ചെയ്യണം. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഗൂഢാലോചനയുടെ മുഴുവൻ സത്യങ്ങളും പുറത്തു കൊണ്ടുവരട്ടെ. അതുകൊണ്ട് തീർച്ചയായും കേരള പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ തന്നെയാണ് ഈ അറസ്റ്റ്. ശ്രീ നിഷാദ്,
ഈ സിനിമാ ലോകത്ത് നിന്ന് പക്ഷേ അതിശക്തമായ പിന്തുണയാണ് ദിലീപിന് കിട്ടിക്കൊണ്ടിരുന്നത്. ദിലീപ് അവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു എന്നാണോ താങ്കൾ ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്? അതോ ദിലീപ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും, പക്ഷേ ദിലീപിനെ ആർക്കും തൊടാൻ കഴിയില്ല, അത്ര ശക്തമാണ്? പറഞ്ഞോളൂ. ദിലീപിന്റെ മുമ്പിൽ റാമൂളിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ എന്നെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ചിന്തിക്കുന്ന ആളുകൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാവരെയും ദിലീപ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണ്. കാര്യം പോലീസ് ഭാഷ്യം വരുന്നതിന് മുമ്പ് ഒരു നിഗമനത്തിൽ എത്തരുതെന്നുള്ളതിൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് അറസ്റ്റ് ചെയ്തു, അതെത്ര ഉന്നതനാണെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെ പ്രകീർത്തിച്ചേ പറ്റത്തുള്ളൂ. ഈ സർക്കാരിന്റെ പോലീസിനെതിരെ ആരും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിഷയത്തിൽ സമീപകാലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പോലീസ് തെളിയിച്ചു. ഓരോ ദിവസവും ചാനൽ റൂമിൽ ഞാൻ വന്നിരിക്കുമ്പോൾ പോലീസിനെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് നേരെ ഒരുപാട് പേര് ആക്രോശിച്ചു വരെയുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പോലീസ് കർമ്മനിരതയോടുകൂടി ഈ കേസിലെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെ ഈ കേസിലെ വലിയൊരു ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. മലയാള സിനിമാ രംഗത്തുള്ള എല്ലാവർക്കും ഇതൊരു പാഠമാണ്. എല്ലാവരും ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരും നിയമത്തിന് അതീതമല്ല. ഇതൊരു സത്യം തന്നെയാണ്. പൊതുസമൂഹം കാത്തിരുന്ന പൊതുസമൂഹത്തിന്റെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ഈ അറസ്റ്റ് ഇന്ന് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ശ്രീ നിഷാദ്, ഇതൊക്കെ ശരിയാണ്. അപ്പോൾ പോലും നിങ്ങൾക്കെല്ലാം അടുത്ത് ഇടപഴകുന്ന, നിങ്ങൾക്കെല്ലാം പരസ്പരം പരിചയമുള്ള ആളുകൾ, ഈ ഇൻഡസ്ട്രിയിൽ വിജയിച്ചു നിൽക്കുന്ന വ്യക്തികൾ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ വൈരാഗ്യമുണ്ടായാൽ അത് ഈ തലം വരെ വളരുക, അത് സാധാരണഗതിയിൽ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമൊക്കെ ആണല്ലോ ഉള്ളതൊരു വ്യക്തിക്ക്, വലിയ പ്രശസ്തിയുമുണ്ട്, അത് കൊടുക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. അതെല്ലാം മറന്നുകൊണ്ട് അങ്ങേയറ്റം ക്രിമിനലായ ഒരു വ്യക്തിയുമായി ചേർന്ന്, അങ്ങേയറ്റം കുഴപ്പക്കാരനായ ഒരു വ്യക്തിയുമായി ചേർന്ന് ഏറ്റവും അധമമായ രീതിയിൽ ഒരു ആക്രമണം ആസൂത്രണം ചെയ്യുക എന്നത് എന്തിൻ്റെ തെളിവാണ്? എന്തുകൊണ്ടാണ് സിനിമയിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്? തീർച്ചയായും സിനിമാക്കാരും സിനിമയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ കണ്ണ് തുറന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണിത്. ഇത് ഒരു കലാകാരനും ഭൂഷണമല്ല. അവനൊരു യഥാർത്ഥ കലാകാരനാണെങ്കിൽ ഇത്തരം ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇതുപോലൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുത്തേയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ക്രിമിനൽ മനോഭാവമുള്ളവർ ഇതിന്റെ അകത്ത് കടന്നുകൂടിയിരിക്കണമെന്ന് വേണം ചിന്തിക്കാൻ. തിലകൻ ചേട്ടന്റെ വാക്കുകളൊക്കെ സത്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇതെല്ലാവർക്കും ഒരു മനഃപ്പാഠമാണ്. സിനിമയിൽ ക്രിമിനലിസം വളർത്താൻ പാടില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശ്രീ നിഷാദ്, നാം കണ്ടതാണ് ഏറ്റവും ഒടുവിലെ അമ്മ യോഗത്തിൽ ഈ വിഷയം പോലും എടുക്കാതിരിക്കുവാനുള്ള പ്രത്യേക താല്പര്യം ബന്ധപ്പെട്ടവർ, ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെല്ലാം കാണിക്കുന്നത്. ശ്രീ നിഷാദ്, അതുപോലെ തന്നെ ശക്തമായി ഈ നടനെ പിന്തുണയ്ക്കുകയും ചെയ്തത് അവർക്ക് കൂടിയുള്ളൊരു സന്ദേശമാണിത്. അവർ ഇനി ഒരു നിമിഷം, അവരിനി ആ പദവികളിൽ തുടരാൻ യോഗ്യരാണോ? അല്ല, അത് സംഘടന തീരുമാനിക്കേണ്ട കാര്യമാണ്. അതൊന്നും അഭിപ്രായം പറയാൻ നമുക്ക് അവകാശമില്ല. പക്ഷേ ഒരു കാര്യം, ഞാനിപ്പോ ഈ സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ഒരു കാര്യം പറയുകയാണ്. സിദ്ദീഖിനെ പോലെയുള്ള ആളുകൾ അയാളുടെ പൊളിറ്റിക്കൽ ഇന്റൻഷന് വേണ്ടി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇത്രയും ചാനലുകാരുള്ളപ്പം ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയും എക്സിബിഷനിസ്റ്റിന് വേണ്ടിയും വെള്ളക്കവറമിട്ടും മുണ്ടും മടക്കിക്കൊണ്ട് UDFന്റെ ഒരു ഭാരവാഹിയെ പോലെയാണ് അദ്ദേഹം പോയത്. അയാളൊരു കോൺഗ്രസ്സുകാരനാണ്. പോലീസ് ചോദ്യം ചെയ്യുന്ന പോലീസ് ക്ലബില് ഷാറൂഖ് ഖാൻ വന്നാൽ പോലും കയറ്റി കൊടുത്തില്ല. പിന്നെയാണോ ഈ സിദ്ദീഖ്? അദ്ദേഹം എന്തിനാ അവിടെ പോയി? എന്ത് സന്ദേശമാണ് അയാൾ ഒന്ന് കൊടുത്തത്? അയാൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പോലീസ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു, കുറ്റപത്രം കൊടുത്തു, കഴിഞ്ഞു. ഇയാൾക്കാരാ ജുഡീഷ്യറിയുടെ പവർ കൊടുത്തിട്ടുണ്ടോ? പോലീസ് ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അമ്മയിലുള്ള മറ്റു ആളുകളൊന്നും പോകാതെ സിദ്ദീഖ് മാത്രം അവിടെ പോയത് എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. അമ്മയുടെ ഭാരവാഹിയാണ് അയാൾ പോയത് എന്തുകൊണ്ടാണ്? ഞാൻ ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെയല്ല, ആരോപണ വിധേയന്റെ കൂടെയാണ് അമ്മ എന്നുള്ള ഒരു തെറ്റിദ്ധാരണജനകമായ ഒരു വസ്തുതയല്ലേ സിദ്ദീഖ് മുന്നോട്ട് വെച്ചത്? എന്തായിരുന്നു അയാളുടെ ഇന്റൻഷൻ? പോലീസ് സർക്കാരിനെ പ്രതികൂട്ടിലാക്കുക എന്നുള്ളത്. ഇതൊന്നും ഒരിക്കലും അനുവദിക്കാൻ സിദ്ദീഖിലേക്ക് കൂടി അന്വേഷണം പോകണമെന്ന് നിഷാദ് ഇപ്പോൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? പുറത്താക്കണമെന്നുള്ള സംഘടന തീരുമാനിക്കേണ്ട കാര്യമാണ്. ശ്രീ നിഷാദ്, സിദ്ദീഖിലേക്ക് കൂടി അന്വേഷണം പോകണമെന്ന് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, സിദ്ദീഖിനെ കൂടി അന്വേഷണം പോകണമെന്നല്ല പറഞ്ഞത്. താങ്കൾ പറഞ്ഞൊരു കാര്യം, അതായത് ഈ നടൻ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചു, അവരുടെ സംഘടനയെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇതിനൊരു വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. സിദ്ദീഖിന്റെ മുന്നിൽ പറഞ്ഞ വ്യക്തമായ പൊളിറ്റിക്സ് കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. സിനിമാക്കാരന്മാർക്ക് കൊമ്പൊന്നുമില്ല, എല്ലാവരും മനുഷ്യരാണ്, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സിനിമാക്കാർക്ക് കനിഞ്ഞു നൽകിയ കേരളത്തിലെ ജനവിഭാഗം കനിഞ്ഞു നൽകിയ ഒരു സ്ഥാനമാണ്.
ആ സ്ഥാനം ഇങ്ങനെ ക്രിമിനൽ സ്വഭാവവുമായി കൊണ്ടുനടക്കാനുള്ളതല്ല. ക്രിമിനലിസം അല്ല സിനിമാക്കാരുടെ മുഖമുദ്ര. സിനിമാക്കാരുടെ മുഖമുദ്ര കലയാണ്, കലാവാസനയാണ്, കലാകാരന്മാരാണ് അവർ കലയെയാണ് സേവിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ. ശ്രീ നിഷാദ്, താങ്കൾ ഈ ചർച്ചകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഡയറക്ടർ രാജസേനും ഉണ്ടായിരുന്ന ഒരു സന്ദർഭം താങ്കൾ ഓർക്കുന്നുണ്ടാകും. രാജസേൻ അന്ന് പറഞ്ഞത് ദിലീപാണ് അമ്മയുടെ മലയാള സിനിമയുടെ ശക്തി. ഈ 2020 പോലൊരു സിനിമ ചെയ്യാൻ വേറെ ആർക്ക് കഴിയുമായിരുന്നു? അതിൻ്റെ ബലമാണ് ഈ അമ്മ എന്ന സംഘടനയ്ക്കുള്ളത്. ഇത്ര കോടി നിക്ഷേപം അമ്മയ്ക്ക് കിട്ടിയത് ദിലീപ് വഴിയാണ്. അങ്ങനെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ ശക്തി എത്രത്തോളം എന്നാണ് അന്ന് രാജസേനൻ പറഞ്ഞത്. ഇന്നിപ്പോൾ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ദിലീപ് ഇല്ലാത്ത മലയാള സിനിമ അതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? എനിക്ക് സത്യം തമാശ വരുന്നത്. കാര്യം രാജസേനെ പോലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ദിലീപിന്റെ ഡേറ്റിന് വേണ്ടി പരക്കം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇന്ന് വരെ ദിലീപിന്റെ ക്യാരവന്റെ പുറകെ പോയി നിന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാം. മലയാള സിനിമ ദിലീപിനെ കണ്ടുകൊണ്ടൊന്നും ലഭിക്കുന്നത്. മലയാള സിനിമയിൽ സിനിമ മാത്രമേ നിലനിൽക്കത്തുള്ളൂ, ആരും മസ്റ്റല്ല. ഇതിനെക്കാരും വലിയ നടന്മാർ അരങ്ങൊഴിഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അങ്ങനെ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദിലീപിനെ റാം മൂളി ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്നവർ മനോരോഗികളായിരിക്കും. യഥാർത്ഥ കലാകാരന്മാർ അവിടെ നിൽക്കത്തില്ല. നമ്മളെപ്പോലുള്ള ആളുകൾ, യഥാർത്ഥ സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ ഒരു നടന്റെ ക്യാരവന്റെ പുറകിലും പോയി നിൽക്കത്തില്ല. മമ്മൂട്ടിയെ മോഹൻലാലിനെ പോലുള്ള മഹത്തരമായ നടന്മാരുടെ മുന്നിൽ നമുക്ക് എത്ര വേണമെങ്കിലും പോയി നിൽക്കാം. ഇതുപോലെയുള്ള ആളുകളുടെ മുന്നിൽ നിന്നും പോയി നിന്നുള്ള പാരമ്പര്യം എനിക്കില്ല, എന്നെ പോലുള്ള ഒരുപാട് പേർക്കുമില്ല. രാജസേന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ്. നന്ദി ശ്രീ നിഷാദ്. പ്രതികരിച്ചതിന് ഇപ്പോൾ കൊച്ചിയിലെ നാട്ടുകാർ ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാം. കൊച്ചിയിൽ നിന്ന് ലിഷോയി നാട്ടുകാരുടെ പ്രതികരണങ്ങളുമായി ചേരുകയാണ്. ലിഷോയി, എന്താണ് കൊച്ചിക്കാർ പറയുന്നത്? വേണു, ഈ ഒരു വാർത്ത മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വന്നത് മുതൽ ഈ ഒരു ആലുവ പോലീസ് ക്ലബ്ബും പരിസരത്തേക്ക് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേർ നമുക്ക് കാണാൻ സാധിക്കും, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. വളരെയേറെ ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദിലീപിനെ അറസ്റ്റ് ചെയ്തു എന്ന വിവരം